വെൽക്കം ടു ബ്ലൈൻഡ് ചാമ്പ്യൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ സെറ്റ് എക്സാമുമായിട്ട് പുതിയ പാറ്റേൺ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ള ഇപ്പൊ അടുത്ത് കഴിഞ്ഞ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും അവയുടെ ഓപ്ഷൻ വൈസ് ആയിട്ടുള്ള അനാലിസിസും ആണ്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ കോഡോൺ UGA ഇൻ മൈറ്റോകോൺഡ്രിയൽ DNA. ആ ഒരു മൈറ്റോകോൺഡ്രിയൽ DNA ആണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ. സാധാരണ UGA എന്ന് പറയുമ്പോൾ UGA, UA, UGA, UAG അല്ലെ, UGA, UAA എന്നൊക്കെ പറയുന്ന കോഡോൺ എന്ന് പറയുന്നതായിരുന്നു സ്റ്റോപ്പ് കോഡോൺ. സോ സപ്പോസ് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് സ്റ്റോപ്പ് കോഡോൺ ആയിരിക്കണം എന്താ നമ്മൾ ആൻസർ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഇവിടെ ആൻസർ വരുന്നത് സി ആണ്. ഓക്കെ, ഈ ഒരു ഹ്യൂമൻ മൈറ്റോകോൺഡ്രിയൽ DNA UGA എന്ന് പറയുന്നത് ട്രിപ്റ്റോഫാനിനെയാണ് കോഡ് ചെയ്യുന്നത്. ഓക്കെ, യൂണിവേഴ്സൽ കോഡില് ട്രിപ്റ്റോഫാൻ ഈസ് കോഡഡ് ഓൺലി ബൈ UGG, ബട്ട് ഇൻ മൈറ്റോകോൺഡ്രിയൽ UGA ഓൾസോ കോഡ് ഫോർ ട്രിപ്റ്റോഫാൻ. ഓക്കെ, അതൊരു കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. സ്റ്റോപ്പ് കോഡോൺ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ജനറ്റിക് കോഡ് റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ UGA എന്ന് പറയുന്നത് ഒരു സ്റ്റോപ്പ് കോഡോൺ ആണ്. UGA, UAA, UAG ഈ മൂന്നെണ്ണാണ് സ്റ്റോപ്പ് കോഡോൺ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ കോഡ്സ് ഫോർ ടൈറോസിൻ. തൈറോസിനെ കോഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? UAU യും UAC യും ആണ്. ഓക്കെ, UG ഒരിക്കലും ടൈറോസിനെ കോഡ് ചെയ്യില്ല. ദെൻ സെലനോസിസ്റ്റീൻ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് കാറ്റഗറി ഓഫ് അമിനോ ആസിഡ് ആണ്. ഇതൊരു സ്പെഷ്യൽ കേസ് ആണ്. 20 അമിനോ ആസിഡ്സ് ആണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത്. കണ്ടുപിടിച്ചിട്ടുള്ള 21st അമിനോ ആസിഡ് ആണ് സെലനോസിസ്റ്റീൻ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ഇൻസേർട്ടഡ് അറ്റ് UGA കോഡോൺസ് ഓൺലി വെൻ എ സ്പെഷ്യൽ സെസിസ്, അതായത് സെലനോസിസ്റ്റീൻ ഇൻസേർഷണൽ സീക്വൻസ് എലമെന്റ് ഉണ്ടാകുമ്പോൾ മാത്രം, ആ ഒരു പ്രോട്ടീൻ, ഒരു സ്പെസിഫിക് പ്രോട്ടീൻസ് പ്രസന്റ് ആയിട്ടുള്ള കേസിൽ മാത്രമാണ് UGA എന്ന് പറയുന്ന കോഡോൺസിന്റെ ഉള്ളില് ഈ ഒരു സ്പെസിഫിക് സെലനോസിസ്റ്റീനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, therefore UGA is not normally a codon for selenocysteine. It's a recoded stop codon under special condition. Okay, selenocysteine is related to UGA, പക്ഷെ മൈറ്റോകോൺഡ്രിയൽ DNA ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ല. സ്പെഷ്യൽ കണ്ടീഷനിൽ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പ്രോട്ടീനും SECIS സെലനോസിസ്റ്റീൻ ഇൻസേർഷൻ സീക്വൻസ് എലമെന്റ് വരുമ്പോൾ മാത്രമേ ഈ UGA എന്ന് പറയുന്നത് സെലനോസിസ്റ്റീനെ കോഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇൻ RNA ഇന്റർഫറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഓൾറെഡി ഈ ഒരു RNA ഇന്റർഫറൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ അമിനോ ആസിഡ്സിനെ എങ്ങനെ അവയുടെ ക്ലാസിഫിക്കേഷൻ വളരെ സിമ്പിൾ ആയിട്ട് കോഡ് ബേസ് ചെയ്തിട്ട് പഠിക്കാം എന്നുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രിക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സും ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ്, ഇൻ RNA ഇന്റർഫറൻസ് the enzyme that cleave the long hairpin RNAs to siRNA, small interfering RNA and micro RNA is. Okay, അവിടെ ക്ലീവ് ചെയ്യുന്ന ആ ഒരു എൻസൈം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്ലീവ് ചെയ്യുന്ന എൻസൈം ഏതാണ്? ഡൈസർ ആണ്. ഓക്കെ, RNase 3 എൻസൈം ആണ് ഡൈസർ എന്ന് പറയുന്നത്. ഡബിൾ സ്റ്റാൻഡേർഡ് RNA-നെയും പ്രീ miRNA-നെയും ആണ് ഈ ഒരു ഡൈസർ ക്ലീവ് ചെയ്യുന്നത്. അത് ക്ലീവ് ചെയ്യുമ്പോഴാണ് siRNA-യും miRNA-യും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ RNA ഇന്റർഫറൻസ് പാത്വേ ഇനീഷ്യേറ്റ് ചെയ്യുന്നതാണ് ഡൈസർ. Then റൈബോസൈം എന്ന് പറയുന്നത് എന്താണ്? അതൊരു RNA മോളിക്യൂൾ ആണ്, ഒരു RNA എൻസൈം ആണ് റൈബോസൈം എന്ന് പറയുന്നത്. കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഉള്ളതാണ്. RNA റിയാക്ഷൻ, സെൽഫ് സ്പ്ലൈസിംഗ് പോലെയുള്ള RNA റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ആണ് റൈബോസൈം എന്ന് പറയുന്നത്. ഇതുമായിട്ട് കണക്ഷൻ ഇല്ല. Then C, argonaute ആണ്. Argonaute is the core protein of risk complex. Argonaute ഫാമിലിയിൽ വരുന്നതാണ് റിസ്ക് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഈ ആർഗനോട്ടിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? siRNA അല്ലെങ്കിൽ miRNA-യുടെ സ്ട്രാൻഡിൽ, ആ ഒരു ഗൈഡ് സ്ട്രാൻഡിൽ പോയിട്ട് എന്ത് ചെയ്യുക? ബൈൻഡ് ചെയ്യുക. ഇറ്റ് ബൈൻഡ്സ് ദ ഗൈഡ് സ്ട്രാൻഡ്സ് ഓഫ് siRNA, miRNA. എന്നിട്ട് എന്ത് ചെയ്യും? mRNA-ക്ക് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ആ ഒരു ടാർഗറ്റ് സീക്വൻസിനെ കണ്ടുപിടിക്കും. ഓക്കെ, then argonaute ഫാമിലിയിൽ വരുന്ന AGO2 എന്ന് പറയുന്നതിന് ഒരു സ്ലൈസർ ആക്ടിവിറ്റി ഉണ്ട്. അത് ടാർഗറ്റഡ് mRNA-നെ ക്ലീവ് ചെയ്യുന്നു. പക്ഷെങ്കിൽ പ്രിക്രസർ ആയിട്ടുള്ള RNA-നെ ക്ലീവ് ചെയ്ത് siRNA-യോ miRNA-യോ ഉണ്ടാക്കില്ല. then റിസ്ക് കോംപ്ലക്സ് RNA ഇൻഡ്യൂസ്ഡ് സൈലൻസിങ് കോംപ്ലക്സ് ആണ് അതിന്റെ എക്സ്പാൻഷൻ. അത് ആർഗനോട്ട് പ്രോട്ടീൻസ്, ആർഗനോട്ട് ഫാമിലിയിൽ വരുന്ന പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഗൈഡ് RNA-യും കൂടി ചേർന്നതിനെയാണ് നമ്മൾ റിസ്ക് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ജീൻ സൈലൻസിങ്ങിനാണ് ഇവ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതായത് mRNA-നെ ഡീഗ്രേഡ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ലേഷനെ ഇൻഹിബിറ്റ് ചെയ്യുക. അവിടെ siRNA, miRNA-നെ ജനറേറ്റ് ചെയ്യുന്നില്ല, മറിച്ച് mRNA ഡീഗ്രഡേഷൻ ആണ് റിസ്ക് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, then നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം.
Third question, unique class of DNA transposons jumping genes that replicate using a rolling circle mechanism. വളരെ important ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹെലിട്രോൺസ് ആണ് എക്സാമ്പിൾ വരുന്നത്. ഓക്കെ, ഹെലിട്രോൺസ് എന്ന് പറയുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള DNA ട്രാൻസ്പോസോൺസ് ആണ്. റോളിംഗ് സർക്കിൾ റെപ്ലിക്കേഷൻ ഉപയോഗിച്ച് റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവയിൽ ടാർഗറ്റ് സൈറ്റ് ഡ്യൂപ്ലിക്കേഷനും TIR സൈറ്റും എന്താ ലാക്ക് ആണ്, അവയിൽ പ്രസന്റ് അല്ല. ഹോസ്റ്റ് ജീൻ സീക്വൻസ് ആണ് ഈ മെയിൻ ആയിട്ട് കാണുന്നത്. ദെൻ ജീനോം ഇവാലുവേഷനും ജീൻ ഷഫ്ലിങ്ങിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഹെലിട്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഈ ഒരു TIR ട്രാൻസ്പോസോൺസ് എന്ന് പറയുന്നത്? ടെർമിനൽ ഇൻവേർട്ടഡ് റിപ്പീറ്റ് ട്രാൻസ്പോസോൺസ് ആണ് TIR എന്ന് പറയുന്നത്. ക്ലാസ് 2 DNA ട്രാൻസ്പോസോൺസ് ആണ്. ഓക്കെ, ക്ലാസ് 2 DNA ട്രാൻസ്പോസോൺസ് ആണ്. അവിടെ റോളിംഗ് സർക്കിൾ മെക്കാനിസം യൂസ് ചെയ്യുന്നില്ല. അപ്പൊ കട്ട് ആൻഡ് പേസ്റ്റ് മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് എന്താ മൂവ് ചെയ്യുന്നത്. ഓക്കെ, കട്ട് ആൻഡ് പേസ്റ്റ് മെക്കാനിസം ആണ് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ലൈൻസ് എന്ന് പറയുന്നത് എന്താ? ലോങ് ഇന്റർസ്പേഴ്സ്ഡ് ന്യൂക്ലിയർ എലമെന്റ്സ് ആണ്. അവ ക്ലാസ് 1 ട്രാൻസ്പോസബിൾ എലമെന്റ്സ് ആണ്. ഏതാണ്? റിട്രോ ട്രാൻസ്പോസോൺസ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ കോപ്പി ആൻഡ് പേസ്റ്റ് ആണ്. ഇവിടെ കട്ട് ആൻഡ് പേസ്റ്റ്, ഇവിടെ റോളിംഗ് സർക്കിൾ റെപ്ലിക്കേഷൻ, ഇവിടെ കോപ്പി ആൻഡ് പേസ്റ്റ് ആണ്. ഓക്കെ, ഇവിടെ കോപ്പി ആൻഡ് പേസ്റ്റ് ആണ് ഓർത്ത് വെച്ചേക്കുക. ദെൻ പാക്ഡ് മ്യൂൾസ് എന്ന് പറയുന്നത് പാക്ഡ് മ്യൂട്ടേറ്റർ ലൈക്ക് എലമെന്റ്സ് ആണ്. ഇതൊരു മ്യൂട്ടേറ്റർ ലൈക്ക് DNA ട്രാൻസ്പോസോൺസ് ആണ്. ഓക്കെ, ഇവിടെ ക്യാപ്ചർ ആൻഡ് ട്രാൻസ്ഫർ ആണ്. ക്യാപ്ചർ ആൻഡ് ട്രാൻസ്ഫർ മെക്കാനിസം ആണ് മെയിൻലി ചെയ്യുന്നത്. കട്ട് ആൻഡ് പേസ്റ്റ് മെക്കാനിസം, ട്രാൻസ്പോസേസ് മീഡിയേറ്റഡ് കട്ട് ആൻഡ് പേസ്റ്റ് മെക്കാനിസം ആണ് ഓർത്ത് വെക്കുക. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഓരോന്നിന്റെ മെക്കാനിസം പഠിച്ചു വെച്ചേക്കണം. The next ആണ് vitamin B12 is a cofactor for. vitamin B12 എന്തിന്റെ cofactor ആണ്? ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മീഥൈൽ മാലോണൈൽ കോയെ മ്യൂട്ടേസ്. ഓക്കെ, മീഥൈൽ മാലോണൈൽ കോയെ മ്യൂട്ടേസ് മ്യൂട്ടേസിന്റെ ഒരു കോഫാക്ടർ ആണ്. അത് ഈ ഒരു എൻസൈമിന്റെ ആക്ടിവിറ്റിക്ക്, മീഥൈൽ മാലോണൈൽ കോയയെ സക്സിനൈൽ കോയെ ആക്കുന്ന എൻസൈം ആണ് മീഥൈൽ മാലോണൈൽ കോയെ മ്യൂട്ടേസ്. ആ ഒരു എൻസൈം ആക്ടിവിറ്റി അല്ലെങ്കിൽ ആക്റ്റീവ് ആകണമെങ്കിൽ വൈറ്റമിൻ B12 അല്ലെങ്കിൽ അഡിനോസൈൽ കൊബാലമീൻ എന്ന് പറയുന്നത് അവിടെ കോഫാക്ടർ ആയിട്ട് ആവശ്യമാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. പൈറുവേറ്റ് കാർബോക്സിലേസിന് ഏത് വൈറ്റമിൻ ആണ്? വൈറ്റമിൻ B7 ആണ്, ബയോട്ടിൻ ആണ് ആവശ്യമുള്ളത്. പൈറുവേറ്റിനെ ഒക്സാലോ അസറ്റേറ്റ് ആയിട്ട് മാറ്റുന്ന എൻസൈം ആണ് പൈറുവേറ്റ് കാർബോക്സിലേസ്. ദെൻ അസറ്റൈൽ കോയെ കാർബോക്സിലേസിനും വൈറ്റമിൻ B7 തന്നെയാണ്. അസറ്റൈൽ കോയെ മാലോണൈൽ കോയെ ആക്കിയിട്ട് മാറ്റുന്ന പ്രോസസ്സ്, ആ ഒരു എൻസൈം ആണ് അസറ്റൈൽ കോയെ കാർബോക്സിലേസ്. ദെൻ പൈറുവേറ്റ് ഡിഹൈഡ്രോജനേസിന് TPP വൈറ്റമിൻ B1 ആണ് വേണ്ടത്. കൂടാതെ ലിപ്പോയിക് ആസിഡ്, വൈറ്റമിൻ B5, B2, B3 ഇവയൊക്കെ 5 കോഫാക്ടേഴ്സ് പൈറുവേറ്റ് ഡിഹൈഡ്രോജനേസിന്റെ ആക്ടിവിറ്റിക്ക് ആവശ്യമാണ്. അതിൽ വൈറ്റമിൻ B12 ഇൻവോൾവ് അല്ല. ഓക്കെ, then next, the radioisotope used to study the rate of cell division. Cell division study ചെയ്യാൻ യൂസ് ചെയ്യുന്ന radioisotope ട്രിഷ്യം ആണ്. ഓക്കെ, ട്രിഷ്യം അതായത് ട്രിഷ്യം തൈമിഡീൻ ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു സ്റ്റഡി. ന്യൂലി സിന്തസൈസ്ഡ് DNA സ്പെസിഫിക്കലി ഈ ഒരു ട്രിഷ്യം എന്ത് ചെയ്യുന്നുണ്ട്? ലാബിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെൽ പ്രോലിഫറേഷനും സെൽ ഡിവിഷനും പഠിക്കാനുള്ള ഒരു ബെസ്റ്റ് ഐസോട്ടോപ്പ് ആണ് ട്രിഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ട്രിഷ്യം ഇവിടെ H3 ഉണ്ട് കേട്ടോ, H3 ഉണ്ട്. ഇവിടെ C എന്ന് പറയുന്നത് H3 ആണ്. നെക്സ്റ്റ് P32 എന്ന് പറയുമ്പോൾ ഇവിടെ ജസ്റ്റ് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ H3 ഉണ്ട്, ഇവിടെ P32 അതൊന്ന് വിട്ടുപോയിട്ടുണ്ട്. P32 എന്ന് പറയുന്നത് എന്താ? DNA, RNA, ATP ഇവയെ ലാബിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് ഇവയെ ലാബിൽ ചെയ്യാനാണ് ഫോസ്ഫറസ് 32 എന്ന് പറയുന്ന റേഡിയോ ഐസോട്ടോപ്പ് യൂസ് ചെയ്യുന്നത്. ന്യൂക്ലിക് ആസിഡിന്റെ സ്റ്റഡിക്കാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. സെൽ ഡിവിഷനെ കുറിച്ച് പഠിക്കാൻ യൂസ് ചെയ്യുന്നില്ല. ദെൻ S35 ഒക്കെ ഇവിടെ എഴുതിയിട്ടില്ല. S35 എന്ന് പറയുന്നത് സൾഫർ പ്രസന്റ് ആയിട്ടുള്ളതാണ് അല്ലെ. സൾഫർ ഈസ് പ്രസന്റ് ഇൻ മെഥിയോണൈൻ ആൻഡ് സിസ്റ്റൈൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്സ്. അപ്പം അവയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവ അടങ്ങിയിരിക്കുള്ള സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻസിനെ ലാബിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് S35 യൂസ് ചെയ്യുന്നത്. ദെൻ I131 എന്ന് പറയുന്നത് തൈറോയിഡ് സ്റ്റഡീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന തൈറോയിഡ് ഡിസോർഡർ സെൽ ഡിവിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ല. ഓക്കെ, the next, Groth's mechanism is a general name for. Groth's mechanismത്തിന്റെ മറ്റൊരു പേര് എന്താണ്? പ്രോട്ടോൺ ഹോപ്പിംഗ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Groth's പ്രോട്ടോൺ റിലേ മെക്കാനിസം എന്നും ഈ ഒരു മെക്കാനിസം അറിയപ്പെടുന്നുണ്ട്. പ്രോട്ടോൺ
ഹോപ്പ് ചെയ്യാണ്. ഓക്കെ, ഫ്രം വൺ വാട്ടർ മോളിക്യൂൾസിൽ നിന്ന് another വാട്ടർ മോളിക്യൂൾസിലേക്ക് പ്രോട്ടോൺ ഹോപ്പ് ചെയ്യാണ്, ഡിഫ്യൂസ് ചെയ്ത് പോകാതെ, ഇൻഡിവിജ്വൽ പ്രോട്ടോൺ അയോൺ ആയി ഡിഫ്യൂസ് ചെയ്ത് പോകാതെ ഹോപ്പ് ചെയ്ത് പോകുന്ന പ്രോസസ്സിനാണ് പ്രോട്ടോൺ ഹോപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയന്റ് എന്താണ്, നമുക്ക് സുപരിചിതമായിട്ടുള്ളതാണ് അല്ലേ. അതായത് പ്രോട്ടോൺ കോൺസെൻട്രേഷന്റെ ഡിഫറൻസ് ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഒരു കമ്പൈൻഡ് ഇലക്ട്രിക് ചാർജസും പ്രോട്ടോൺ റേഡിയേഷനും ബേസ് ചെയ്തിട്ടുള്ള മൂവ്മെന്റ്, ആ ഒരു പ്രോട്ടോൺ ഡ്രിവൺ ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് എന്ത് പറയുന്നത്, ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയന്റ്. കെമിയോസ്മോസിസ് എന്ന് പറയുന്നത് പ്രോട്ടോൺസിനെ മെംബ്രെയിൻ അക്രോസ് ആയിട്ട് മൂവ് ചെയ്യുക. ഓക്കെ, അവിടെ ATP സിന്തേസ് എന്ന് പറയുന്ന എൻസൈം യൂസ് ചെയ്തിട്ട് ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ ഗ്രോത്തസ് മെക്കാനിസം ഫെസിലിറ്റേറ്റ് പ്രോട്ടോൺ ട്രാൻസ്ഫർ, ബട്ട് chemiosmosis refers to the overall ATP generating process. Okay, the most specific will be proton hopping. Then proton gradient is the difference in proton H plus concentration across the membrane. ATP synthesis നും chemiosmosis നും electrochemical gradient നും ഒക്കെ ഇവ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Okay, next question, the form of inhibition when there is an increase in apparent Km but value of Vmax is same is dash inhibition. Okay, increase in Km value but Vmax is same. Okay, which type of inhibition is this? All type of inhibition I already uploaded in my channel, you can check that. Okay, reversible competition, reversible competitive inhibition, non-competitive, uncompetitive, irreversible competitive. Km എന്ന് പറയുന്നത് increase ചെയ്യുന്നു, Vmax എന്ന് പറയുന്നത് സെയിം ആണ്. സോ ദ ആൻസർ എന്ന് പറയുന്നത് റിവേഴ്സിബിൾ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ആണ്. കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്, ഇവിടെ ഇൻഹിബിറ്റർ എന്ന് പറയുന്നത് എന്താ, സെയിം ആക്റ്റീവ് സൈറ്റിന് വേണ്ടിയിട്ട്, അതായത് എൻസൈമിന്റെ സെയിം ആക്റ്റീവ് സൈറ്റിന് വേണ്ടിയിട്ട് ഇൻഹിബിറ്ററും സബ്സ്ട്രേറ്റും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ആണ്. ഓക്കെ, അവിടെ സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ ഇൻഹിബിഷൻ എന്ന് പറയുന്നത് ഒഴിവാക്കാം. ഓക്കെ, ഈ സബ്സ്ട്രേറ്റിന്റെയും ഇൻഹിബിഷന്റെയും ഏകദേശം സ്ട്രക്ചർ സിമിലർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ Km ഇൻക്രീസ് ചെയ്യും. Km വാല്യൂ എന്ന് പറയുമ്പോൾ എൻസൈംസ് എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റുമായിട്ട് അഫിനിറ്റി കുറവാണെന്ന് ചോദിക്കുക. എൻസൈംസ് അപ്പിയേഴ്സ് ടു ഹാവ് ലോവർ അഫിനിറ്റി ഫോർ ദ സബ്സ്ട്രേറ്റ്, അപ്പോഴാണല്ലോ ഇൻഹിബിഷൻ നടക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് Vmax എന്ന് പറയുന്നത് അൺചേഞ്ച്ഡ് ആണ്. കാരണം എന്താണ്, അവിടെ സബ്സ്ട്രേറ്റിന്റെ അളവ് ഓൾറെഡി കുറവാണ്. ബിക്കോസ് ഇനഫ് സബ്സ്ട്രേറ്റ് ക്യാൻ സ്റ്റിൽ അച്ചീവ് ദ മാക്സിമം റിയാക്ഷൻ റേറ്റ്. അതായത് അവിടെ സബ്സ്ട്രേറ്റ് ഓൾറെഡി തുടക്കത്തിൽ തന്നെ എന്താ സബ്സ്ട്രേറ്റുമായിട്ടുള്ള അഫിനിറ്റി കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ, സബ്സ്ട്രേറ്റിന്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാക്സിമം റിയാക്ഷൻ റേറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, കോമ്പറ്റേറ്റീവില് Km വാല്യൂ കൂടുതലും Vmax അൺചേഞ്ച്ഡും ആണ് എന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി നോൺ കോമ്പറ്റേറ്റീവിന്റെ കേസിലാണെങ്കിലോ, നോൺ കോമ്പറ്റേറ്റീവ് എന്ന് വെച്ചാൽ ഇൻഹിബിറ്റർ എവിടെയാ ബൈൻഡ് ചെയ്യുക, ആക്റ്റീവ് സൈറ്റ് അല്ലാതെ വേറെ ഏതെങ്കിലും സൈറ്റിൽ വന്നിട്ടാണ് ബൈൻഡ് ചെയ്യുക. അവിടെ ആക്റ്റീവ് എൻസൈം മോളിക്യൂൾസിന്റെ ആ ഒരു നമ്പർ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. ഇവിടെ Vmax കുറയുന്നു, പക്ഷേ Km എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ, Km എന്ന് പറയുന്നത് സെയിം ആണ്. ഇനി അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്, ഇൻഹിബിറ്റർ എന്ന് പറയുന്നത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിലാണ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അവിടെ Km ഡിക്രീസ് ചെയ്യുന്നു, Vmaxും ഡിക്രീസ് ചെയ്യുന്നു. ഇറിവേഴ്സിബിൾ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ആണെങ്കിൽ അവിടെ ഇറിവേഴ്സിബിൾ ഇൻഹിബിറ്റേഴ്സ് പെർമനന്റ്ലി ഇനാക്ടിവേറ്റ്, ദ എൻസൈമിനെ പെർമനന്റ്ലി ഇനാക്ടിവേറ്റ് ആണ്. അവിടെ ഇറിവേഴ്സിബിൾ അല്ല, റിവേഴ്സിബിൾ ആവില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ല. സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാലും ആ ഒരു പ്രോസസ്സ് ഓവർകം ചെയ്യാൻ പറ്റില്ല. അവിടെ Vmax എപ്പോഴും ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഒരു കേസിൽ എന്താ, Vmax എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ അവ എന്താ Vmax അതേപോലെ തന്നെ നിൽക്കും. ഓക്കെ, Vmax ഇവിടെ കുറയും. ഇറ്റ് ഡസ് നോട്ട് ഷോ ഇൻക്രീസ് ഇൻ Km വിത്ത് അൺചേഞ്ച്ഡ് Vmax. Okay, so this is the question, 7th question. സോ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. 8th question, the molecule when accumulated provides desiccation tolerance to seeds. സീഡ്സിൽ ഈ ഒരു ഇതിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മോളിക്യൂൾ അക്യുമുലേറ്റ് ചെയ്താലാണ് എന്താ ഡെസിക്കേഷൻ ടോളറൻസ് കിട്ടുന്നത്? ഇവിടെ ആൻസർ വരുന്നത് all of these ആണ്. അതായത് LEA പ്രോട്ടീൻ, ട്രഹാലോസ്, ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്ന
മൂന്ന് എന്താ മോളിക്യൂൾസും അക്യുമുലേറ്റ് ചെയ്ത ഡെസിക്കേഷൻ ടോളറൻസ് കിട്ടും. ഓക്കെ, ഡ്രൈയിങ് ടോളറൻസ് അല്ലെങ്കിൽ ഡെസിക്കേഷൻ ടോളറൻസ് കിട്ടും. അതിൽ ഓരോന്നും എന്താണ്, എന്തുകൊണ്ടാണ് ബാക്കിയുള്ളത്. ഈ ഒരു LEA പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്താ, ലേറ്റ് എംബ്രിയോജെനിസ് അബണ്ടന്റ് പ്രോട്ടീൻ ആണ്. ഓക്കെ, ഇപ്പൊ മെയിൻ ആയിട്ട് ഡെസിക്കേഷൻ ടോളറൻസിന് ഇമ്പോർട്ടന്റ് ആണ്. മൂന്നും ഡെസിക്കേഷൻ ടോളറൻസിന് ഇമ്പോർട്ടന്റ് ആണ്. ഇതൊന്നും തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അത് മാത്രമല്ല, മൂന്നും ആവശ്യമാണ്. ഓക്കെ, സെൽ മെംബ്രെയിൻ്റെയും പ്രോട്ടീൻസിനെയും പ്രൊട്ടക്ട് ചെയ്യാനും ഡീഹൈഡ്രേഷന്റെ സമയത്ത് ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനാണ് LEA. ട്രഹാലോസ് എന്ന് പറയുന്ന ഒരു ഷുഗർ ആണ്. ഓക്കെ, അതായത് മെംബ്രെയിൻസിനെയും പ്രോട്ടീൻസിനെയും സ്റ്റെബിലൈസ് ചെയ്ത് ഡ്രൈയിങ്ങിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്നു. ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്ന ഒരു പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ്. അവ മെയിൻലി സെല്ലിനെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ മൂന്നെണ്ണത്തിന്റെയും ആക്ടിവിറ്റി ആണ് ഈ ഒരു ഡെസിക്കേഷൻ ടോളറൻസിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു ക്ലാസ് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.